कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 112. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനും മറ്റ് ഗോപാലന്മാരുമൊത്ത് യമുനാ തീരത്തുള്ള ഭാണ്ഡീരവ വനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരമുപയോഗിച്ച് കംസപ്രചോദിതനായ പ്രലംബൻ എന്ന അസുരൻ ഗോപവേഷത്തിൽ കുട്ടികൾക്കിടയിൽ കയറിക്കൂടി. കൃഷ്ണനൊഴികെ മറ്റാരും ഇക്കാര്യം അറിഞ്ഞില്ല. കുട്ടികൾ പലതരം കളികളിൽ മുഴുകി. മൽപ്പിടുത്തത്തിൽ തോൽക്കുന്നയാൾ ജയിക്കുന്നയാളെ ചുമക്കണമെന്ന വ്യവസ്ഥയിലുള്ള കളിയായിരുന്നു അവയിലൊന്ന്. ഗോപബാലന്റെ വേഷത്തിൽ ഒപ്പമുള്ള കുട്ടികളിൽ ഒരാൾ വ്യത്യസ്തനാണ് എന്ന് കണ്ണന് മനസ്സിലായിരുന്നു. കണ്ണുകൾ കൊണ്ട് ഭഗവാൻ ആ സൂചന ബലരാമന് നൽകുകയും ചെയ്തു. കളിയിൽ ജയിച്ച ബലരാമനെ പ്രലംബൻ എടുത്തുകൊണ്ട് ഭാണ്ഡീരവ വനത്തിൽ യമുനാ തീരത്തേക്ക് നടന്നു. മറ്റുള്ളവരിൽ നിന്നകന്നപ്പോൾ ആ അസുരൻ മുകളിലേക്കുയർന്നു മധുരാപുരിയെ ലാക്കാക്കി പ്രയാണമാരംഭിച്ചു. ബലരാമൻ ചെറുമന്ദഹാസത്തോടെ അസുരന്റെ പുറത്ത് അള്ളിപ്പിടിച്ച് ഇരിക്കുക തന്നെ ചെയ്തു. പിന്നെ സ്വശരീരം ഭാരവത്താക്കി. പർവ്വതതുല്യമായ ഭാരം കൊണ്ട് അസുരനെ ഞെരുക്കി ഞെരുക്കി ശ്വാസം മുട്ടിച്ചു. ആ ഭീകരാകൃതി പൂണ്ട പ്രലംബനെ രാമൻ മുഷ്ടി ചുരുട്ടി കുത്തി തലക്കടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചു. മസ്തകം ശിഥിലമായ അസുരൻ പർവ്വതമെന്ന പോലെ താഴേക്ക് പതിച്ചു. ഭൂമി വിറച്ചുപോയി. പ്രലംബന്റെ പ്രാണൻ പോയി. അപ്പോൾ ആ അസുരന്റെ ഉള്ളിൽ നിന്നൊരു ജ്യോതിസുയർന്നു ചെന്ന് ബലരാമനിൽ ലയിച്ചു. ദേവന്മാർ പുഷ്പവർഷം നടത്തി. വാദ്യഘോഷങ്ങൾ മുഴക്കി. അത്ഭുത പ്രവൃത്തികൾ കൊണ്ടും ആഹ്ലാദജനകമായ സാന്നിധ്യം കൊണ്ടും ശ്രീകൃഷ്ണൻ ഗോകുലത്തിലെ ഗോപകന്യകമാരുടെയെല്ലാം മനസ്സ് കവർന്നു. അനുരാഗവർദ്ധകമായ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ അവരെല്ലാവരും അനുരാഗവിവശരായി. ശ്രീകൃഷ്ണലീലകൾ വർണ്ണിച്ചുകൊണ്ട് തന്നെയിരുന്നു. മഞ്ഞപ്പട്ട് ധരിച്ച് മുടിയിൽ മയിൽപ്പീലി ചൂടി കഴുത്തിൽ വൈജയന്തിമാല അണിഞ്ഞ് ഓടക്കുഴലൂതി ശ്രീകൃഷ്ണൻ വിഹരിക്കുന്ന വൃന്ദാവനത്തിലേക്ക് അവർ കടന്നു ചെന്നു. പിന്നീട് പരസ്പരം ഇങ്ങനെ പറയുകയുണ്ടായി: ശ്രീകൃഷ്ണന്റെ തിരുസ്വരൂപം എത്ര കണ്ടാലാണ് നമുക്ക് മതിവരിക? അദ്ദേഹത്തിന്റെ ചുണ്ടിലിരിക്കുന്ന പുല്ലാങ്കുഴലിന്റെ മഹാഭാഗ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തെ കണ്ടിട്ടല്ലേ വൃക്ഷങ്ങൾ പൂക്കളിൽ കൂടി പൂന്തേൻ പൊഴിക്കുന്നത്? വേണുനാദം കേട്ടിട്ടല്ലേ കാട്ടരുവികൾ തെളിനീർ വഹിച്ചുകൊണ്ട് ആമോദത്തോടെ ഒഴുകുന്നത്? ആ താളത്തിനൊത്തല്ലേ മയിലുകൾ നൃത്തം വയ്ക്കുന്നത്? കണ്ണിമ വെട്ടാതെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന പേടമാനെ നോക്കൂ. അവർ എത്ര സ്നേഹത്തോടെ കണ്ണനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുരാഗികളായ ഗോപകന്യകമാർ മാർഗഴി മാസം എത്തിയപ്പോൾ കണ്ണന്റെ പ്രണയം എന്ന ആഗ്രഹം മാത്രം മനസ്സിൽ സൂക്ഷിച്ച് കാർത്യായനി വ്രതമനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഒരു മാസക്കാലം നീണ്ട വ്രതമായിരുന്നു അത്. ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ച് പുലർച്ചെ കാളിന്തി നദിയിൽ സ്നാനം ചെയ്ത് മണൽ കൊണ്ട് ദേവീവിഗ്രഹമുണ്ടാക്കി നാനാവിധ സുഗന്ധപുഷ്പങ്ങൾ, പലഹാരങ്ങൾ എന്നിവ കൊണ്ട് അവർ ദേവീപൂജ ചെയ്തു. അല്ലയോ കാർത്യായനി മഹാമായേ, മഹായോഗി നന്ദഗോപരുടെ സുന്ദരനായ പുത്രൻ ശ്രീകൃഷ്ണൻ എന്റെ പതിയായി വരേണമേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവരെല്ലാം ദേവിയെ ശരണം പ്രാപിച്ചത്. അങ്ങനെ ഒരു മാസം കടന്നുപോയി. ഒരു നാൾ അവർ പുലർച്ചെ വസ്ത്രങ്ങളെല്ലാം തന്നെ നദിക്കരയിൽ അഴിച്ചുവെച്ച് കാളിന്തി നദിയിലെ ജലത്തിൽ ക്രീഡ ചെയ്യുവാൻ തുടങ്ങി. ഗോപകന്യകമാരുടെ വ്രതവും വ്രതലക്ഷ്യവും അറിയാമായിരുന്നു ശ്രീകൃഷ്ണനെ. ശ്രീകൃഷ്ണൻ തന്റെ കൂട്ടുകാരുമൊത്ത് നദീതീരത്ത് പോയി അനന്തരം
അവരുടെ വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്ത് അടുത്തുള്ള കദംബ വൃക്ഷത്തിനു മുകളിൽ കയറി ഇരിപ്പായി. കുറെ നേരത്തിന് ശേഷം നദിയിൽ നിന്ന് കയറാൻ നോക്കുമ്പോഴാണ് ഗോപികമാർക്ക് അവർക്ക് പറ്റിയ അമളി മനസ്സിലായത്. നദീതീരത്ത് ചുറ്റും വസ്ത്രങ്ങൾ തിരയുന്നവരോട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: "അല്ലയോ സുന്ദരിമാരെ, ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടു പോയിക്കോളൂ. വ്രതമെല്ലാം എടുത്ത് വല്ലാതെ ക്ഷീണിതരായിട്ടുണ്ടല്ലോ. നിങ്ങൾ തനിച്ചോ കൂട്ടായോ വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടു പോയിക്കൊള്ളുക." ഗോപസ്ത്രീകൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. വൃക്ഷത്തിന്റെ മുകളിൽ വസ്ത്രങ്ങൾ അത്രയും ചുരുട്ടിക്കൂട്ടിയെടുത്ത് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങേയറ്റത്തെ ദേഷ്യം വരേണ്ട സന്ദർഭമായിട്ട് പോലും ഇതെല്ലാം കണ്ണന്റെ കുസൃതിയായി കണ്ട് ഇതിനെക്കുറിച്ച് സന്തോഷമാണ് തോന്നിയത്. നദിയിൽ തോളറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് അവർ കൃഷ്ണനോട് അപേക്ഷ സ്വരത്തിൽ പറഞ്ഞു: "ഹേ കൃഷ്ണ, ഞങ്ങളോട് അന്യായം കാണിക്കാതിരിക്കുക. ഞങ്ങളെല്ലാവരും നീ സ്നേഹിക്കുന്നവരല്ലേ? നിന്നെ ഞങ്ങളും എത്ര സ്നേഹിക്കുന്നു. നന്ദപുത്ര, ഞങ്ങളാകെ തണുത്തു വിറച്ചിരിക്കുകയാണ്. നീ പറയുന്നതെന്തും അനുസരിക്കുന്ന ദാസിമാരല്ലേ ഞങ്ങൾ? ദയവായി ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ തിരികെ തരിക. അല്ലെങ്കിൽ ഞങ്ങൾ ചെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും." ഇത് കേട്ട് ശ്രീകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. "നിങ്ങളെന്താണ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? ഒരു വാക്കിൽ പറയുന്നു നിങ്ങൾ എന്റെ ദാസിമാരാണ്, ഞാൻ പറയുന്നത് പോലെയെല്ലാം പ്രവർത്തിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒട്ടും മടിക്കാതെ ഇവിടെ നിന്നും വസ്ത്രം വാങ്ങിക്കൊണ്ടു പോവുക. പിന്നെ പിതാവിനോട് ചെന്ന് പരാതി പറയാൻ വസ്ത്രമില്ലാതെ എങ്ങനെയാണ് രാജസഭയിലേക്ക് ചെല്ലുക?" അങ്ങനെ ഒരു മാർഗവുമില്ലാതെ തണുപ്പുകൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി അവർ കൃഷ്ണന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. അവരോട് ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: "വ്രതം അനുഷ്ഠിക്കുന്ന നിങ്ങൾ വിവസ്ത്രകളായി നദിയിലിറങ്ങിയത് വരുണദേവനോടുള്ള നിന്ദയാണ്. അതിന് പരിഹാരമായി കൈ ശിരസിൽ വെച്ച് കൂപ്പിയ ശേഷം വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളുക." അങ്ങനെ ഗോപികമാർ ശ്രീകൃഷ്ണനെ കൈകൂപ്പി പ്രണമിച്ചു. ഇത് കണ്ട് സന്തുഷ്ടനായ കൃഷ്ണൻ അവരുടെ വസ്ത്രങ്ങൾ തിരികെ നൽകി. പിന്നീട് ഇങ്ങനെ പറഞ്ഞു: "ഗോപികമാരെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിച്ചത് എന്ന കാര്യം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി തീരുക തന്നെ ചെയ്യും. എന്നിൽ മനസ്സുറപ്പിക്കുന്നവരുടെ മോഹം വർദ്ധിക്കുന്നില്ല. മറ്റൊന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ തന്നെ സാധിച്ചു കൊടുക്കുന്നു. എന്റെ ഭക്തയാകുന്ന അഗ്നിയിൽ വറുത്തെടുത്ത കാമബീജങ്ങൾ പിന്നീട് വളരുകയില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വ്രതം അനുഷ്ഠിച്ചത് അതുടനെ തന്നെ സാധ്യമായി തീരും. അടുത്ത ശരത്കാല ഋതുവിൽ നമുക്കൊന്നിച്ച് രമിക്കാൻ കഴിയുന്നതാണ്." ഇത് കേട്ട് ഗോപകന്യകമാർ ശ്രീകൃഷ്ണനോടുള്ള വർദ്ധിച്ച സ്നേഹത്തോടെ അവിടെ നിന്നും യാത്രയായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ രാമകൃഷ്ണന്മാർ വൃന്ദാവനത്തിൽ നിന്നും കുറച്ചകലെയുള്ള ഒരു വനത്തിലേക്ക് ഗോക്കളെ മേയ്ക്കുവാനായി പോയി. വേനൽക്കാലത്തെ കൊടും ചൂടിൽ നിന്നും തണലിനായി ആശ്രയിച്ച വൃക്ഷങ്ങളെ നോക്കി ശ്രീകൃഷ്ണൻ കൂട്ടുകാരോടിങ്ങനെ ഉപദേശിച്ചു: "അല്ലയോ ചെങ്ങാതിമാരെ, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. കാറ്റ്, മഞ്ഞ്, മഴ എല്ലാം സഹിച്ചിട്ടും അവ നമ്മെ രക്ഷിക്കുക തന്നെയാണ്. സ്വന്തം ഗൃഹത്തിലേക്ക് കടന്നുവന്ന അതിഥിയെ ഒരിക്കലും നിരാശരാക്കാത്ത സജ്ജനങ്ങളെപ്പോലെ. നോക്കൂ, ഈ വൃക്ഷങ്ങൾ എല്ലാവർക്കും ആശ്രയം നൽകിക്കൊണ്ട് ധർമ്മം നിർവഹിക്കുന്നു. അതുകൊണ്ട് ആ ജന്മമിത്രയും സഫലമായിരിക്കുന്നു. അവരുടെ പൂക്കളും കായ്കളും തടിയും ഫലങ്ങളും നിഴലും ചാരവുമെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുക. വൃക്ഷങ്ങളെപ്പോലെ നിങ്ങളെല്ലാവരും ശരീരം, ബുദ്ധി, വാക്ക് മുതലായവ പരോപകാരത്തിനായി തന്നെ നമ്മുടെ ജന്മവും വിനിയോഗിക്കണം. അത് തന്നെയാണ് മനുഷ്യന് ജന്മസാഫല്യം നൽകുന്നത്." വൃക്ഷങ്ങളുടെ ഉപമ ഭഗവാൻ ബ്രാഹ്മണരെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെ? ആ കഥ നാളെ.